രൂപീകരിക്കും. വളരെ പ്രധാനപ്പെട്ട നടപടി ഉണ്ടാകുന്നു എന്നുള്ളതാണ് നിർണായകമായത്. കാരണം നടപടി അംഗീകരിക്കാൻ കഴിയില്ല എന്ന് വിമതപക്ഷം പറയുന്നുണ്ടെങ്കിൽ പോലും വിമതരെ പൂർണ്ണമായും ഒതുക്കുക എന്നുള്ള നിലയിലേക്ക് പോകുന്നു. കാരണം കുറെ ദിവസങ്ങളായി നാളുകളായി നടക്കുന്ന തർക്കത്തിലാണ് ഇത്തരം നടപടിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. ഡാനി ഇപ്പോൾ വിവരങ്ങൾ പങ്കുവെക്കും. ഡാനി, എന്താണ് സഭയിൽ സംഭവിക്കുന്നത്? നടപടി അംഗീകരിക്കില്ല എന്ന് പറയുന്നു. മറ്റെന്തെങ്കിലും നീക്കങ്ങളിലേക്ക് വിമതപക്ഷം പോകുന്നുണ്ടോ? രഞ്ജിത്ത, ഒരു ഇടവേളയ്ക്ക് ശേഷം സിറോ മലബാർ സഭയിൽ വീണ്ടും ഇത്തരം ഓരോ പ്രതിഷേധങ്ങളും കാര്യങ്ങളുമെല്ലാം ശക്തമാവുകയാണ്. അതിനൊപ്പം തന്നെയാണ് എടുത്തു പറയേണ്ടത്, സഭ നടപടികളിലേക്ക് കടക്കുന്നു എന്നതാണ്. ആ രീതിയിലും കൂടി അതിനെ കാണണം. പലയിടത്തും പ്രതിഷേധങ്ങളുണ്ടാകുന്നു, അഡ്മിനിസ്ട്രേറ്റർ നിയമനങ്ങളുണ്ടാകുമ്പോൾ അതിനെതിരെ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു. പക്ഷേ അതിനെ വകവയ്ക്കാതെ മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ വന്നിരിക്കുന്ന നടപടികളും അതിനോടുകൂടി ചേർത്ത് വായിക്കണം. അതിനെതിരെ വൈദികരടക്കം ഇതിന് കോടതിയെ സമീപിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് അവഗണിക്കുന്നു എന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത്. ഏതായാലും ഒരു ക്രിസ്തുമസ് കാലം സമാധാനത്തിൻ്റെ സന്ദേശം നൽകുന്ന ഒരു കാലത്ത്, ആഗമന കാലത്ത് വീണ്ടും ഈ സിറോ മലബാർ സഭയിൽ വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധങ്ങളിലേക്കൊപ്പം കടക്കുന്നു എന്ന് തന്നെയാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. എനിക്കൊപ്പം ഇപ്പോൾ അൽമായ മുന്നേറ്റം PRO റിജു കാഞ്ഞിക്കാരൻ കൂടി ചേരുന്നു. വീണ്ടും ഒരു നടപടികളിലേക്കടക്കം കടക്കുന്നു എന്നതാണ് വ്യക്തമാകുന്നത്. വൈദികർക്കെതിരായ നടപടികളിലേക്ക് വന്നിരിക്കുകയും ചെയ്യുന്നു. എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കഴിഞ്ഞ 2 വർഷവും ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള അശാന്തി വിധിക്കുന്ന അല്ലെങ്കിൽ കലാപങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി സിനഡിന്റെ ഭാഗത്തുനിന്നും മെത്രാന്മാരുടെ ഭാഗത്തുനിന്നും ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ എറണാകുളം അതിരൂപതയിലെ 4 പള്ളികൾക്കെതിരെ പുതിയ അഡ്മിനിസ്ട്രേറ്റർമാരെ വെച്ചുകൊണ്ട് കഴിഞ്ഞ 2 ആഴ്ച മുമ്പാണ് ബോസ്കോ പുത്തൂർ ഒരു കൽപ്പന പുറപ്പെടുവിച്ചത്. ഈ അഡ്മിനിസ്ട്രേറ്റർമാരുടെ നിയമനത്തിനെതിരെ ട്രാൻസ്ഫറിന് അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ 4 വൈദികരും സഭാ കേന്ദ്രങ്ങളിൽ റീകോഴ്സ് നോട്ടീസ് നൽകിയിരുന്നു. അതോടൊപ്പം തന്നെ 4 വൈദികരും സിവിൽ കേസുമായി കോടതിയെ സമീപിച്ചിരുന്നു. കോടതിയെ സമീപിച്ച് കോടതിയിൽ വാദം തുടരുകയാണ്. ഈ വാദം തുടരുന്ന സന്ദർഭത്തിൽ തന്നെ ഇത്തരത്തിൽ തുടർ നടപടികൾ ഉണ്ടാകില്ല, ഇതിൽ തീരുമാനം ഉണ്ടാകുന്നവരെ തുടർ നടപടികൾ ഉണ്ടാകില്ല എന്ന് കോടതിയിൽ വാക്കാൽ ഉറപ്പ് നൽകിയിരുന്നത് മാർ ബോസ്കോയ്ക്ക് വേണ്ടി ഹാജരായ വക്കീൽ തന്നെയാണ്. ഇനി ഇതിൽ ഒരു വിധി തീരുമാനം ഉണ്ടാകുന്നവരെ തുടർ നടപടികൾ ഉണ്ടാകില്ല. അത്തരത്തിൽ ഒരു അവസ്ഥ നിലനിൽക്കെ കഴിഞ്ഞ 3-ാം തീയതിയാണ് വീണ്ടും അഡ്മിനിസ്ട്രേറ്റർമാർ പള്ളിയിൽ പ്രവേശിക്കാൻ ശ്രമിച്ചത്. ഈ 4 പള്ളികളിലും വിശ്വാസികൾ അഡ്മിനിസ്ട്രേറ്റർമാരെ പള്ളിയിൽ പ്രവേശിക്കുന്നതിനോ ചുമതല ഏൽക്കുന്നതിനോ അനുവദിക്കാതെ തടയുകയും അവരെ തിരിച്ചയക്കുകയും ചെയ്തു. നിലവിൽ അവിടെ ഉണ്ടായിരുന്ന വൈദികർ അവിടെ തുടരുകയാണ്. പുതിയ അഡ്മിനിസ്ട്രേറ്റർമാർ ആരും ചുമതലയേറ്റിട്ടില്ല. ആ ചുമതല ഏൽക്കണമെങ്കിൽ കാനൻ ലോ പറയുന്ന ചില നടപടിക്രമങ്ങളുണ്ട്. നാളാഗമത്തിൽ ഒപ്പുവെക്കണം. അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് പൂർത്തിയായാൽ മാത്രമാണ് അദ്ദേഹത്തിന് ഓരോ ഇടവകയിലും ചുമതല അതാത് അഡ്മിനിസ്ട്രേറ്ററെ ഏറ്റെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇത്തരത്തിൽ അഡ്മിനിസ്ട്രേറ്റർഷിപ്പ് നടക്കാതിരിക്കെ ഇന്നലെ രാത്രി ഈ 4 വൈദികരെയും സസ്പെൻഡ് ചെയ്തുകൊണ്ട് അവർ അവിടെ ഇന്നലെ രാത്രി തന്നെ അവിടെ നിന്ന് ഒഴിഞ്ഞു കൊടുക്കണം, അതായത് പള്ളി ഒഴിഞ്ഞു പോകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പുതിയ നോട്ടീസ് ഇഷ്യൂ ചെയ്തിരിക്കുകയാണ്. ഞങ്ങൾ ഈ വിഷയം ഇന്ന് കോടതിന് മുമ്പിൽ വീണ്ടും വെച്ചിട്ടുണ്ട്. കാരണം വക്കീലിന് ബോസ്കോയ്ക്ക് വേണ്ടി ഹാജരായ വക്കീൽ തുടർ നടപടികൾ ഉണ്ടാകില്ല എന്ന് പറഞ്ഞിരിക്കെ തന്നെ ഈ അടുത്ത ഒരാഴ്ചയ്ക്കുള്ളിൽ ക്രിസ്മസ് വരുന്നു. ക്രിസ്മസിൻ്റെ ദിവസങ്ങളിൽ പള്ളികൾ വീണ്ടും കലാപ കേന്ദ്രമാക്കുന്നതിന് മുൻകൂട്ടി പ്ലാൻ ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നീക്കം നടത്തിയിരിക്കുന്നത്. ഞങ്ങൾ തുടക്കം തൊട്ടേ പറയുന്നൊരു കാര്യമുണ്ട്, ഈ പുതിയ കൂരിയെയും ബോസ്കോയെയും നിലവിൽ ഈ അവസ്ഥയിൽ ഒരു കാരണവശാലും അവരുടെ നിർദ്ദേശങ്ങളോ കൽപ്പനകളോ സർക്കുലറുകളോ ഒന്നും തന്നെ അംഗീകരിക്കാൻ എറണാകുളം അതിരൂപതയിലെ വൈദികരും വിശ്വാസികളും തയ്യാറല്ല. അതുകൊണ്ട് തന്നെ ഇന്നലെ വന്നിട്ടുള്ള ആ ഓർഡർ പൂർണ്ണമായും തള്ളിക്കളയാനാണ് വിശ്വാസികളുടെയും വൈദികരുടെയും തീരുമാനം. ഈ വൈദികർ അതേ സ്ഥലത്ത് തുടരുമെന്നാണ്? തീർച്ചയായിട്ടും വൈദികർ ഇപ്പോഴും അതേ സ്ഥലത്ത് തുടരുകയാണ്. ഒരാൾ പോലും അവിടെ നിന്ന് മാറി നിൽക്കാൻ തയ്യാറല്ല. മാറി നിൽക്കാൻ ബലമായി മാറ്റാൻ ശ്രമിച്ചാൽ അതിന് പ്രതിരോധിക്കാൻ വിശ്വാസികൾ തയ്യാറാണ്. പിന്നെ ബലമാറ്റി മാറ്റാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുക. കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഒരു സിവിൽ കേസ് കോടതിയിൽ നടക്കുമ്പോൾ ആ കോടതിയുടെ നടപടിക്രമങ്ങളിൽ ഭാഗമായ ബോസ്കോ തന്നെ അതിനെ വയലേറ്റ് ചെയ്തുകൊണ്ട് മറ്റൊരു നടപടിയിലേക്ക് പോകുന്നത് ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് മാർ ബോസ്കോയ്ക്കെതിരെ പ്രോസിക്യൂഷൻ നടപടിയുമായി സിവിൽ നിയമങ്ങൾ മുന്നോട്ട് പോകേണ്ടതാണ് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഈ സഭാ നേതൃത്വം, അതായത് ഒരു ആ രീതിയിലാണല്ലോ കാഴ്ചപ്പാടും എല്ലാം തന്നെ വരുന്നത്. അതിനെ ധിക്കരിക്കുക അല്ലെങ്കിൽ അത് ഒരു അംഗീകരിക്കാതിരിക്കുക, അത് എത്രത്തോളം പ്രായോഗികമാണ്? അത് അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? വൈദികരടക്കം ഇങ്ങനെ ഒരു നിഷേധ സമീപനം സ്വീകരിക്കുന്നത്? അല്ല, അത് നമ്മൾ സുപ്രഭാതത്തിൽ പെട്ടെന്ന് പറഞ്ഞതല്ലോ. ഇവിടുത്തെ നിലവിലുണ്ടായിരുന്ന കൂരിയ, ആ കൂരിയ സംവിധാനത്തെ മുഴുവൻ അട്ടിമറിച്ചുകൊണ്ട് എറണാകുളം അതിരൂപതയുടെ
വൈദിക കൂട്ടായ്മയിൽ നിന്ന് വ്യത്യസ്തമായ നിലപാട് സ്വീകരിച്ച് എറണാകുളം അതിരൂപതയുടെ നിലപാടിന് വിരുദ്ധമായി ക്രിമിനൽ കേസുകളിൽ പ്രതികളായ 3 or 4 വൈദികരെ കൊണ്ടുവന്ന് കൂരിയെ ഫോം ചെയ്തു. ആ കൂരിയയെ അംഗീകരിക്കുന്നില്ല എന്ന് നമ്മൾ പലവട്ടം പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹത്തോട് നേരിട്ട് പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള സർക്കുലർ മുഴുവൻ തിരിച്ചഴിച്ചു. അതിനുശേഷം വന്നിട്ടുള്ള ഓർഡറുകൾ വൈദികർ തിരിച്ചഴിച്ചു. അതുമായി ബന്ധപ്പെട്ട് അടുത്ത വർഷത്തെ ഡയറി പോലും അവരുടെ ഫോട്ടോ വെച്ച് അച്ചടിച്ച ഡയറി വരെ വൈദികർ പൂർണ്ണമായും ബിഷപ്പ് ഹൗസിന്റെ ഗേറ്റിൽ കൊണ്ടുവന്ന് തിരിച്ചേൽപ്പിച്ചു. അത്തരത്തിൽ അവസ്ഥ നിൽക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അവർ എന്ത് ഓർഡർ ഇട്ടാലും അത് സ്വീകരിക്കേണ്ടതില്ല എന്നുള്ളതാണ്. അതിന് കൃത്യമായ കാരണമുണ്ട്. ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു ചാൻസലർ, ക്രിമിനൽ കുറ്റവാളികൾ എന്ന് ചുമത്തപ്പെട്ട വികാരി ജനറാളും പ്രൊക്യുറേറ്ററും നിലനിൽക്കുന്ന ഒരു കൂരിയയെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ എറണാകുളം അതിരൂപതയിലെ വിശ്വാസികളും വൈദികരും തയ്യാറല്ല. ക്രിസ്മസ് കാലം അപ്പോൾ ഒരു സംഘർഷത്തിന്റെ കാലമായി മാറുകയാണ് സഭയ്ക്കകത്ത്. ആരാണ് അതിന്റെ ഉത്തരവാദി? തീർച്ചയായും സഭാ നേതൃത്വത്തെ വിചാരിച്ചാൽ വെറും 5 മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന ഒരു സംഭവമാണ്. കഴിഞ്ഞ 3 വർഷമായി ഇത്രമാത്രം പൊതുസമൂഹത്തിൽ സഭയെ അവഹേളിക്കുന്ന തരത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അവർക്ക് പ്രശ്നം തീർക്കണമെന്ന വിചാരത്തോടുകൂടി 10 മിനിറ്റ് ഇരുന്നാൽ തീർക്കാവുന്നേ ഉള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട് 2 സമവായങ്ങൾ കൃത്യമായി രൂപപ്പെട്ടതും ഒരു സമവായത്തിൽ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലും വത്തിക്കാനെ പ്രതികരിച്ച അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂറും സൈൻ ചെയ്ത് ഇറക്കിയ സർക്കുലർ സഹിതം ഇപ്പോൾ കോടതിയുടെ മുമ്പിലുണ്ട്. ആ സമവായം നടപ്പാക്കാനും അത് അംഗീകരിക്കാനും ഞങ്ങൾ തയ്യാറാണ്. അത് അംഗീകരിക്കാൻ തയ്യാറാകാത്തതും അതിൽ നിന്ന് പുറകോട്ട് പോകുന്നതും ഈ സഭാ നേതൃത്വമാണ്. അതുകൊണ്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അവർക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ താല്പര്യമില്ല. ഇവിടെ എന്നും കലാപം ഉണ്ടാകണം, ഇവിടെ എന്നും കലാപമായ അന്തരീക്ഷം ഉണ്ടാകണം. ഈ പ്രശ്നം പരിഹരിച്ച് ഒരു സമാധാന അന്തരീക്ഷം നിലനിൽക്കാനോ ഉണ്ടാകാനോ സഭാ നേതൃത്വം ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്.